പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലത്തിലെ ഈ കാലഘട്ടത്തിൽ, ഈ നിമിഷങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്മൾ എപ്പോഴും മറന്നുപോകുന്ന പരമപ്രധാനമായ ഒരു കാര്യമുണ്ട്. അത് വേറെ ഒന്നുമല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് യേശുനാഥൻ കാൽവരി മലയിൽ മരിച്ചതെന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സത്യം നമ്മൾ എപ്പോഴും മറന്നുപോവുകയാണ്. ഒരു കൊച്ചു ഉദാഹരണം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു അധ്യാപനത്തിന്റെ സമയങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾക്ക് പരീക്ഷകൾ എടുക്കാറുണ്ട്. ഒരിക്കൽ അധ്യാപകൻ പറഞ്ഞു, നാളെ പരീക്ഷയുണ്ട്, നിങ്ങൾ എല്ലാവരും ഒരുങ്ങി വരണമെന്ന് പറഞ്ഞു. അങ്ങനെ വിദ്യാർത്ഥികളെല്ലാം ഒരുങ്ങി വന്നു പരീക്ഷയ്ക്ക് വേണ്ടി. പരീക്ഷ ഹാളിൽ ഇരുന്നപ്പോൾ അധ്യാപകൻ കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകളായിട്ട് ആ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. കുട്ടികളെല്ലാം വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. എന്തെല്ലാം ചോദ്യങ്ങളായിരിക്കും അതിലുണ്ടാകുക, എങ്ങനെയാണ് ഞാൻ അതിന് ഉത്തരം എഴുതേണ്ടത് എന്നൊക്കെ ആലോചിച്ച് വളരെ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഈ അധ്യാപകൻ തൻ്റെ കയ്യിലുള്ള ഓരോ പേപ്പറുകളും കുട്ടികൾക്ക് പാസ് ചെയ്ത് കൊടുത്തു. ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. കുട്ടികൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ അതിൽ നോക്കി താൻ പഠിച്ച ചോദ്യങ്ങൾ അതിലുണ്ടോ എന്ന് ആകാംക്ഷയോടെ നോക്കിയപ്പോഴാണ് അതിലെ വലിയൊരു കാര്യം മനസ്സിലായത്. ആ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഒന്നും തന്നെ ഒരു ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നില്ല. ആ പേപ്പറുകളുടെ നടുവിൽ ഒരു കറുത്ത ഡോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടികളെല്ലാം പരസ്പരം നോക്കാൻ തുടങ്ങി. ഇതിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇതിൽ ഒന്നും എഴുതിയിട്ടില്ലല്ലോ, ഞാൻ എങ്ങനെ ക്വസ്റ്റ്യൻസ് ഇതിൽ എഴുതും? ഞാൻ പഠിച്ചു വന്നതൊക്കെ വെറുതെ ആയല്ലോ എന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പൊ അധ്യാപകൻ അവരുടെ ആ ഒരു ആശങ്ക മനസ്സിലാക്കിയിട്ട് അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്താണോ ആ പേപ്പറിൽ കാണുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ആ കണ്ടതിനെ കുറിച്ച് നിങ്ങൾ വിവരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ കുട്ടികളും നോക്കിയപ്പോൾ ആ കാണുന്നത് ആ തൂവെള്ള പേപ്പറിൽ കാണുന്നത് ആ കറുത്ത സെൻട്രൽ ഒരു കറുത്ത ഡോട്ട് കുറിച്ചാണ്. എല്ലാവരും വാചാലമായിട്ട് അല്ലെങ്കിൽ വിശാലമായിട്ട് ആ ഡോട്ടിനെ അല്ലെങ്കിൽ ഒരു കറുത്ത മാർക്കിനെ കുറിച്ച് വിശാലമായിട്ട് അവർ എഴുതി. അത് അങ്ങനെയാണ്, അതാണ്, ഇതാണെന്നെല്ലാം പറഞ്ഞ് അവരെ അതിനെക്കുറിച്ച് എഴുതി. അങ്ങനെ പേപ്പറെല്ലാം മാഷിന്റെ കയ്യിൽ കൊടുത്തു. മാഷ് ഓരോ പേപ്പറുകളും അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അതിനെ പരിശോധിക്കാൻ തുടങ്ങി. അപ്പൊ നോക്കിയപ്പോൾ ഓരോ പേപ്പറിലും ഓരോ കുട്ടികളും വളരെ മനോഹരമായിട്ട് ആ കറുത്ത ഡോട്ടിനെ കുറിച്ച് വർണ്ണിച്ചിരിക്കുക. ഓരോ രീതിയിൽ, ഓരോ ശൈലിയിലാണ് അതിനെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. അവസാനം അധ്യാപകൻ ആ പേപ്പറുകളെല്ലാം മടക്കി വെച്ച് കുട്ടികളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ഞാനൊരു പേപ്പർ തന്നു. ആ പേപ്പറിൽ നിങ്ങൾ കണ്ട ഒരു മാർക്ക്, നിങ്ങൾ അതിനെക്കുറിച്ച് വളരെ വിശാലമായി എഴുതി. എന്നാൽ ആ ഡോട്ടിനും മറുവശം, മറ്റുള്ള ഭാഗങ്ങൾ വിശാലമായ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വശം ഉണ്ടായിരുന്നു. നിങ്ങൾ ആരും തന്നെ ആ ഒഴിഞ്ഞു കിടക്കുന്ന വശത്തെക്കുറിച്ച് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞ്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലെ ഈ പറഞ്ഞ പോലെ ഓരോ കുറവുകളിലേക്കും നോക്കിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. ഓരോ കുറവുകളിലേക്ക് നോക്കിക്കൊണ്ട് മാത്രമാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ കുറവ്, എൻ്റെ ജീവിതത്തിൽ ആ കുറവ്, എനിക്ക് ഇങ്ങനെ സാധിക്കുന്നില്ല, അങ്ങനെ സാധിക്കുന്നില്ല എന്നുള്ള കുറവുകളിലേക്ക് മാത്രം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈശോനാഥൻ നമ്മളോട് പറയുന്നു, മക്കളെ, കുറവുകൾ ഉള്ളവരായിട്ട് തന്നെയാണ് നമ്മൾ ജനിച്ചതെങ്കിലും ഈ കുറവുകളുടെ എല്ലാം പരിഹാരമായിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായിട്ടാണ് യേശുനാഥൻ കാൽവരി മലയിൽ നമുക്ക് വേണ്ടി മരിച്ചിട്ട്. ആ കാൽവരി മലയിൽ മരിച്ച എൻ്റെ യേശുനാഥനിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. എൻ്റെ കുറവുകളിലേക്ക് നോക്കിയല്ല ഞാൻ ജീവിക്കേണ്ടത്. എനിക്ക് വേണ്ടി എൻ്റെ ജീവനായ അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള എൻ്റെ യേശുനാഥൻ കാൽവരി മലയിൽ എനിക്ക് മരിച്ചു എന്നുള്ളതും ആ മരണത്തിലൂടെ എനിക്ക് ഒരു മോക്ഷം, പാപമോചനം ലഭിച്ചുമെന്നും ഇനി ഞാൻ സ്വതന്ത്രനാണെന്നുള്ള ബോധ്യമാണ് എനിക്ക് വരേണ്ടത്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും, ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് ഓരോ കുറവുകളുണ്ട്. ആ കുറവുകളിലേക്ക് മാത്രം നോക്കിയിരിക്കാതെ, ആ കുറവുകളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ, നമ്മുടെ വിശാലമായ സ്വാതന്ത്ര്യം നിറഞ്ഞ അല്ലെങ്കിൽ വചനത്തിൻ്റെതായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കണ്ണു നട്ടിരിക്കാനും, ഓരോ വർഷവും നമുക്ക് വരുന്ന ഈ നോമ്പുകാലം അതിൽ വളരെ തീക്ഷ്ണതയോടെ കുറവുകളിലേക്ക് നോക്കാതെ ഈശോയുടെ കുരിശിലേക്ക് നോക്കി തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പുകാലത്തിന്റെ അവസാന നിമിഷങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥനയോടെയും സ്നേഹത്തോടെയും വർത്തിക്കാനായിട്ട്, കാൽവരി മലയിൽ യേശുനാഥൻ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞല്ലോ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. അതേ വചനം തന്നെയാണ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്തു കൂട്ടുന്നെന്ന് നമുക്ക് തന്നെ അറിയുന്നില്ല. ഓരോ ദിവസവും ഓരോരോ ശൈലിയുള്ള ജീവിത ശൈലികളാണ്. നമ്മുടെ ക്രിസ്തുനാഥൻ നമുക്ക് പറഞ്ഞു തന്ന സ്നേഹത്തിന്റെ ശൈലിയെല്ലാം വിട്ടുകൊണ്ട് മറ്റുള്ളൊരു ജീവിത ശൈലിയിലേക്ക് നമ്മൾ മാറിപ്പോയിരിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ,
നമ്മൾ ലോകത്തിലേക്ക് നോക്കാതെ, ലോകത്തിൻ്റെതായിട്ടുള്ള ദിനചര്യങ്ങളിലേക്ക് നോക്കാതെ, ക്രിസ്ത്യാനിയായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനത്തിലേക്കും ക്രിസ്തു പറഞ്ഞ സ്നേഹത്തിൻ്റെ സന്ദേശത്തിലേക്കും നമ്മൾ കണ്ണുനട്ട് ജീവിക്കണമെന്ന് ഈ നിമിഷം ഞാൻ നിങ്ങളോട് ഏവരോടും അപേക്ഷിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി.